DCB മീഡിയയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയും സംസ്ഥാന സർക്കാർ പദ്ധതിയും ഇന്ന് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നതിൻ്റെ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേന്ദ്ര സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ഭാരത് അരി കേരളത്തിലും വിതരണം ആരംഭിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ്. വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു. തൃശൂരിൽ 29 രൂപ നിരക്കിൽ ഇന്നലെ 150 പാക്കറ്റ് പൊന്നിയരി വിൽപ്പന നടത്തി. നാഫെഡ്, നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയവയ്ക്കാണ് വിതരണ ചുമതല. മറ്റ് ജില്ലകളിലും അടുത്ത ദിവസം മുതൽ തന്നെ വാഹനങ്ങളിൽ വിതരണം തുടങ്ങും. 5-10 കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃ കാര്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി 5 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത്. തൃശൂരിൽ 10 വാഹനങ്ങൾ ഭാരത് അരി വിതരണത്തിനായി സജ്ജമായിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കുവാനുള്ള ചർച്ചകൾ NCCF നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്തയാഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരത് അരി വിതരണത്തിന് തയ്യാറാകും. ഇതിലൂടെ നേരിട്ട് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് NCCF പദ്ധതിയിടുന്നത്. ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി 5 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് നേരിട്ട് റീറ്റെയിലായി അരി വാങ്ങാം. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് അരി വാങ്ങിക്കാവുന്നതാണ്. അരി വിപണിയിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി നിലവിലുള്ള സ്റ്റോക്ക് കണക്കുകൾ അറിയിക്കുവാൻ സർക്കാർ വ്യാപാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിലക്കയറ്റം, മറിച്ചു വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനു വേണ്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വൻകിട ചെറുകിട കച്ചവടക്കാർ, വ്യാപാരികൾ തുടങ്ങിയവരോട് കണക്കുകൾ നൽകുവാൻ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അരിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കില്ല. അരിക്ക് കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ആഭ്യന്തര വിപണിയിലെ അരിവില താഴാതെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ അരിയുടെ ചില്ലറ വിൽപ്പന വില 14.5%, മൊത്ത വിൽപ്പന വില 15.5% എന്നിങ്ങനെ വർദ്ധിച്ചതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022-23 ഏപ്രിൽ-ജനുവരി കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2024 ജനുവരിയിൽ ഇതുവരെ ഇന്ത്യയുടെ അരി കയറ്റുമതിയിൽ ഏകദേശം 6% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്ന 5 ലക്ഷം ടണ്ണിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ അരി വിപണിയിൽ ലഭ്യമാക്കും. കഴിഞ്ഞ ഒരു വർഷത്തിൽ അരിയുടെ വില 15% വർദ്ധിച്ചിരുന്നു. നിലവിൽ ഭാരത് കടല അഥവാ ഭാരത് ചന്ന കിലോയ്ക്ക് 60 രൂപയ്ക്കും ഭാരത് ആട്ട കിലോയ്ക്ക് 27.5 രൂപയ്ക്കും സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. രണ്ടാമത്തെ അറിയിപ്പ്, കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലക്ഷ്യമിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച K-ലിഫ്റ്റ് 2024 ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. K-ലിഫ്റ്റ് അഥവാ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയിലൂടെ ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഉറപ്പുവരുത്തും. കൂടാതെ ഇതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള K-ലിഫ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്ക് കുടുംബശ്രീക്കായി 265 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വർഷത്തെ അപേക്ഷിച്ച് 5 കോടി രൂപ അധികമാണിത്. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ, വിവിധ വായ്പാ പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 430 കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. K-ലിഫ്റ്റ് പദ്ധതിയിലൂടെ കുടുംബശ്രീയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിനും കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കുവാനും സഹായിക്കുന്ന തരത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കുടുംബശ്രീയിലേക്ക് അടുത്തു തന്നെ വരുന്നതാണ്. പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.